എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ ആൻഡ് ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മൾ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത ലെവൽസ് ഇങ്ങനെയായിരുന്നു. ഇതില് നമ്മൾ പ്രധാനമായിട്ടുള്ള ലെവലുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് 22,408, 22,513, 530, അതുപോലെ തന്നെ 22,577 എന്നീ ലെവലുകൾ. തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലുകൾ നല്ല സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് തന്നെ ഏകദേശം 200-250 പോയിന്റ്സോളം ഗ്യാപ്പ് അപ്പ് വന്നിട്ടാണ് ഓപ്പൺ ആയത്. ശേഷം മുകളിലോട്ട് കയറി നമ്മുടെ തിക്കായിട്ടുള്ള ലെവൽ 22,577 എന്ന ലെവലിൽ നിന്നും റിജക്റ്റ് ആയി. നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ്? അത് റിജക്റ്റ് ആയത് അവിടെ സെല്ലേഴ്സ് ഉള്ളത് കൊണ്ട് റിജക്റ്റ് ആയി. നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ്? ആദ്യത്തെ 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിലിനെ നിലനിർത്തിക്കൊണ്ട് പിന്നീട് വരുന്ന ക്യാൻഡിൽസ്, രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽസ് എന്ത് സൂചിപ്പിക്കുന്നു, ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രേഡ് തീരുമാനിക്കുക. ഏത് ഡയറക്ഷനിലോട്ടാണോ ആദ്യത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നോ ആ ഡയറക്ഷനിലോട്ട് നമ്മൾ ട്രേഡ് ചെയ്യും. തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ, ആദ്യത്തെ ടാർഗറ്റ്, അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് വരും. പിന്നീട് ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് റിജക്ഷൻ വന്നോ? ഇല്ല. ഇവിടെ നിന്ന് റിജക്ഷൻ വന്നോ? ഇല്ല. ഇവിടെ നിന്ന് ചെറുതായിട്ടൊരു റിജക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ലൊരു പുട്ട് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ, സ്റ്റോപ്പ് ലോസ് നല്ല രീതിക്ക് ട്രെയിൽ ചെയ്ത് ഇല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കി എവിടം വരെ പോകും എന്ന് മനസ്സിലാക്കി ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് വരെ ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അത് ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയും. ഈ ഒരു പോയിന്റ് വരെ ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് 314, 329 എന്ന ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ വരെയെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് എക്സിറ്റ് ആയവർക്കാണെങ്കിലും സാമാന്യം നല്ലൊരു ലാഭം പ്രീമിയത്തില് ഒരു ഇപ്പോൾ അറ്റ് ദ മണിയിൽ എടുക്കുകയാണെങ്കിൽ പോലും 10-50 പോയിന്റ്സ് ഈസി ആയിട്ട് അവിടെ കിട്ടുമായിരുന്നു. എവിടെ നിന്നാണോ ഹയർ ടൈം ഫ്രെയിമിൽ, അതായത് താഴോട്ട് വരുമ്പോൾ നമുക്ക് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. പിന്നീട് കോൾ ഓപ്ഷൻ എടുക്കണമെങ്കിൽ ഒരു 15 മിനിറ്റിലെങ്കിലും ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ കോൾ ഓപ്ഷൻ എടുക്കാം. നമ്മുടെ ലെവലിൽ ടച്ച് ആയിട്ടോ അല്ലെങ്കിൽ ലെവലിന്റെ അടുത്ത് നിന്നോ ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് കോൾ ഓപ്ഷനിലേക്ക് നോക്കാവുന്നതാണ്. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ട്രേഡ് ചെയ്ത് പിന്നെയും നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരുന്നു. അവസാനം മുകളിലോട്ട് കയറിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 22,688, 714 എന്ന ഈ തിക്ക് ലെവലുകളുടെ ഇടയിൽ നിന്നും റിജക്റ്റ് ആയി പ്രൈസ് വീണ്ടും താഴോട്ട് തന്നെ വീണതോ നമ്മൾ മാർക്ക് ചെയ്ത സപ്പോർട്ട് ലെവലിലേക്ക്. ഇപ്പൊ ഇവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എടുത്താലും, ഇവിടെ നിന്ന് റിജക്ഷന്റെ ബേസിൽ ഒരു പുട്ട് ഓപ്ഷൻ എടുത്താലും താഴോട്ടുള്ള ലെവലുകൾ ടാർഗറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ഒരു റിജക്ഷൻ, ഇവിടെ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്, ഇവിടെ നിന്നാണെങ്കിലും എക്സിറ്റ് ആയാൽ നല്ല ലാഭം തന്നെയാണ്. വെയിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പിന്നെയും ലാഭം നല്ലോണം എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഏതൊരാൾക്കും വലിയ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. നല്ല രീതിക്ക് ലെവൽസ് മാർക്ക് ചെയ്ത് ക്യാൻഡിൽസ് തരുന്ന കാര്യങ്ങൾ കൃത്യമായും റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി സെൻസെക്സിലെ നമ്മുടെ ഇന്നത്തെ ലെവൽസ് എങ്ങനെ പെരുമാറി എന്നുള്ളത് നോക്കാം. ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ്, സെൻസെക്സും ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 73,400 ക്ലോസ് ആയിട്ട് 74,200, ഏകദേശം 800 പോയിന്റ്സോളം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് ആദ്യത്തെ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറാതെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ലെവല്, തിക്കായിട്ട് മാർക്ക് ചെയ്ത ലെവലിൽ നിന്ന് റിജക്റ്റ് ആയി പ്രൈസ് താഴോട്ട് വീണ സമയത്ത് ഡേയ്സ് ലോ, അതായത് ആദ്യത്തെ ക്യാൻഡിലെ ലോ ഇവിടെ നിന്ന് ബ്രേക്ക് ആയി ശേഷം തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റും പിന്നീട് ലെവലുകൾ ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യും.
അപ്പോൾ ലെവലിൽ നിന്നും കൃത്യമായ റിജക്ഷൻ വന്നു, പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് കോൾ ഓപ്ഷനിൽ എൻട്രി എടുത്താൽ മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഇതേ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് പെരുമാറും. അങ്ങനെയെങ്കിൽ മുകളിലോട്ട് നല്ല വീണ്ടും ഒരു കോൾ ഓപ്ഷൻ വന്നു, അവസാനം നമ്മുടെ ലെവലിന്റെ അടുത്തുനിന്ന് റിജക്ഷൻ, പുട്ട് ഓപ്ഷൻ വന്നു, വീണ്ടും ഇവിടുന്ന് റെഡ് ക്യാൻഡിൽ റിജക്ഷൻ, ഇവിടുന്ന് ഗ്രീൻ ക്യാൻഡിൽ റിജക്ഷൻ, അവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ വന്നത് പോയി ചെന്നത് എവിടെയാ? ചെന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള തിക്കായിട്ടുള്ള വൈറ്റ് ലൈൻ, ഈ 74,846 എന്ന ലെവലിലാണ് അവസാനം പോയി എത്തിയത്. ഈ ലെവലുകളെല്ലാം ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായിട്ടും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽസ് ആണെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നിഫ്റ്റിയിൽ കിട്ടിയതുപോലെ തന്നെ പ്രൈസ് അവിടെ നിന്ന് റിജക്റ്റ് ആയിട്ട് താഴോട്ട് വീണു. താഴോട്ട് വീണപ്പോഴും നമ്മുടെ ലെവൽസ് തന്നെ ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഇന്ന് സെൻസെക്സിലും വളരെ നല്ലൊരു ലാഭം, നല്ല ലാഭങ്ങൾ, ഇഷ്ടംപോലെ ട്രേഡുകൾ എടുക്കാൻ നല്ല ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇനി നമുക്ക് നാളത്തെ എൻ്റെ പ്ലാൻ എങ്ങനെ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നാളെ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ഗ്യാപ് അപ്പ് എന്തും തരട്ടെ, ഓപ്പണിംഗ് വന്നതിന് ശേഷം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ക്യാൻഡിൽ ഓപ്പൺ ആയത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ആദ്യത്തെ ക്യാൻഡിൽ ഓപ്പൺ ആയി 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ അത് ഫോം ആവട്ടെ, ക്ലോസ് ആവട്ടെ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിൽ, അതായത് പിന്നെ വരുന്ന ക്യാൻഡിൽസ് 3 മിനിറ്റ് 5 മിനിറ്റിൽ പിന്നെ വരുന്ന ക്യാൻഡിൽസ് ആദ്യത്തെ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ് നോക്കുക, ആ ഡയറക്ഷനിലോട്ടാണ് ആദ്യത്തെ ട്രേഡ്. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് മുകളിലോട്ടാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെക്കുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ്, അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ആണ് ആദ്യത്തെ ടാർഗറ്റ്. പിന്നെ വരുന്ന ലെവൽസ് എന്ന് പറയുന്നത് 22,620, 22,697, 22,714, 22,769, 22,807, 22,840, 22,872. ഇവിടെ 22,872 സ്ട്രോങ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അതിന്റെ മുകളിൽ കുറച്ച് സമയത്തേക്കെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മുകളിലോട്ടുള്ള ഈ ടാർഗറ്റ്സുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മുകളിൽ കയറുമ്പോൾ പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 23,97 ആയിരിക്കും, 23,097. അപ്പം മുകളിലോട്ട് കയറുന്ന വഴിക്ക് എവിടെ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ആയാലും ഏത് പോയിന്റിൽ ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ തരുന്നത് അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. പിന്നീട് ഒരു 5 മിനിറ്റിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ഒരു റിജക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് ആ റിജക്ഷന്റെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കീപ്പ് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ആദ്യത്തെ ക്യാൻഡിൽ ക്ലോസ് ആവുന്നവർ വെയിറ്റ് ചെയ്ത് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ താഴോട്ട് ട്രേഡ് എടുക്കാം. ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കീപ്പ് ചെയ്തിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആയിരിക്കും. പിന്നീട് വരുന്ന ലെവൽസ് പിന്നീട് നമുക്ക് ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ പിന്നീട് വരുന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് 22,461, 22,380, 22,320, 22,271, 22,189, 22,189 പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ടും ആക്ട് ചെയ്യുന്നതായിരിക്കും 22,189. അതിനെയും ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ അതിന്റെ താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ആണെങ്കിൽ താഴെ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ടാർഗറ്റ്സ് 22,080, 21,942, 21,864 എന്നീ ലെവലുകൾ നമുക്ക് ടാർഗറ്റുകളായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലെവലുകൾ ഇത് മാർക്ക് ചെയ്തിരിക്കുന്ന 4 ലെവൽസ് നോക്കിയാലും 4ഉം തിക്കായിട്ടാണ് മാർക്ക് ചെയ്തത്. 4ഉം സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. എവിടെ നിന്ന് വേണമെങ്കിലും റിജക്റ്റ് ആയിട്ട് മുകളിലോട്ട് കയറി പോവാം. അപ്പോൾ താഴോട്ട് അങ്ങനെ ഒരു ക്യാൻഡിൽ താഴോട്ട് സൂചിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് താഴോട്ട് ട്രേഡ് എടുത്തിട്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ എല്ലാം മനസ്സിൽ വേണം. ഈ ലെവലുകളെല്ലാം മാർക്കും ചെയ്തിട്ടുണ്ടാവണം. എവിടെ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ കാണിക്കുന്നത് അപ്പോൾ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്യുക. എന്നിട്ട്
പിന്നീട് നമുക്കൊരു 15 മിനിറ്റിൻ്റെയൊക്കെ ഒരു റിജക്ഷൻ മുകളിലോട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ഓപ്ഷനിൽ എൻട്രി എടുത്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. നിഫ്റ്റിയിലെ എൻ്റെ ലെവൽസ് ഇങ്ങനെയാണ്, ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയാണ്, ഓപ്പണിംഗ് തൊട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയാണ്. ഇനി സെൻസെക്സ് എങ്ങനെയാണ് നമുക്ക് നാളെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റുക? സെൻസെക്സ് ഓപ്പൺ ആയിട്ട് ആദ്യത്തെ 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവണം, എന്നിട്ട് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, മുകളിലോട്ട് കയറി ആദ്യത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ആവുന്നുവെങ്കിൽ തരുന്ന ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈ ആണ്. അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 74,552, 74,693, 74,862, 74,862 നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിട്ട് ആക്ട് ചെയ്യും. സപ്പോസ് അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് എന്തെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് 75,282 പ്രൈസിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. 75,282 മുകളിലും ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 75,585, 580, 75,746, 75,804, 945 ഇങ്ങനെ നല്ല റെസിസ്റ്റൻസ് ലെവലുകളും ഉണ്ട്. അപ്പോൾ ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ കാണിക്കുന്നത്, അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. ശേഷം 15 മിനിറ്റിലെ ഒരു ക്യാൻഡിൽ നമ്മുടെ ആ ലെവല് എവിടെ നിന്നാണോ റിജക്ഷൻ കിട്ടിയത് ആ ലെവലിന്റെ അടുത്ത് നിന്ന് തന്നെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്ഷൻ താഴോട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് എൻട്രി എടുക്കാവുന്നതാണ്. ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളാക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ക്യാൻഡിൽ അത് ഫോം ആയി ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ താഴോട്ട് നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാവുന്നതാണ്. ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് ഡേയ്സ് ആയി തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കീപ്പ് ചെയ്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് വരുന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് ഈ ലെവൽസ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 74,026, 73,810, 73,557, 73,427, 73,427 എല്ലാം നല്ല സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. കാരണം ഇന്നുണ്ടായ ലോയാണത്. അപ്പോൾ അത് നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. 73,427 താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിലെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 73,150 നമുക്ക് പ്രൈസിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. 73,150 ബ്രേക്ക് ചെയ്ത് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 72,680, 72,830 എന്നീ ലെവലുകൾ ടെസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കിട്ടുക. അപ്പം താഴോട്ട് ഒരു പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലിന്റെ അടുത്ത് വെച്ചിട്ടാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ഒരു റിജക്ഷൻ മുകളിലോട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ കോൾ ഓപ്ഷൻ എടുത്തിട്ട് അതിന്റെ റിജക്ഷന്റെ താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, കാരണം ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കുമ്പോഴും, അതായത് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ വെച്ചിട്ട് താഴോട്ട് ട്രേഡ് എടുത്തു, ശേഷം മുകളിലോട്ട് കയറുമ്പോഴും എന്താണ് ആ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് വന്നിട്ടുണ്ട് അല്ലേ, നല്ല സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് എപ്പോഴത്തെയും കേസ്. നമ്മൾ മാർക്ക് ചെയ്യുന്ന ലെവൽസ് അത് പിന്നീട് റെസ്പെക്ട് ചെയ്യപ്പെടും, പിന്നീട് പ്രൈസ് ആ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നാളത്തെ പ്ലാന്. ലെവൽസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, നിഫ്റ്റിയിലും മുകളിലും കാണിച്ചു തന്നു, അതുപോലെ തന്നെ താഴെയും കാണിച്ചു തന്നു. സെൻസെക്സിലും ഇതാണ് ലെവൽസ് എല്ലാം. ഇന്ന് മാർക്ക് ചെയ്ത ലെവൽസ് എത്രത്തോളം റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് നാളെ നോക്കി കാണാം. എങ്ങനെയാണ് കൃത്യമായിട്ടും ചാർട്ട് റീഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്, ഈ ലെവൽസ് എല്ലാം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മന്ത്ലി ഒരു ബാച്ച് വെച്ചിട്ട് എടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം 10 പേരെ എടുക്കുള്ളൂ, അതിൽ കൂടുതൽ എടുക്കില്ല കേട്ടോ.
അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.